പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ SV4 സ്റ്റുഡൻസ്. 29-ാം തീയതിയിലെ പത്രമാണ്. പത്രത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പത്രത്തിൽ ആദ്യത്തെ വാർത്ത നമുക്ക് നമ്മുടെ അഗ്നിരക്ഷാ സേനയ്ക്ക് ഒരു കയ്യടി നൽകേണ്ട പ്രശംസനീയമായ ഒരു വാർത്ത വായിച്ചുകൊണ്ട് തുടങ്ങും. ഇടുക്കിയിലെ മൂന്നാറിനടുത്ത് ആനച്ചാലില് പ്രവർത്തിക്കുന്ന സാഹസിക വിനോദസഞ്ചാര കേന്ദ്രമായ സതേൺ സ്കൈ ഡൈവിൽ ഉണ്ടായ ഒരു സംഭവമാണ് നമ്മളെന്ന് പറയുന്നത്. 120 ആഹാരം കഴിക്കാൻ മൂന്നാറിന്റെ ആകാശ കാഴ്ചകൾ കണ്ട് ആഹാരം കഴിക്കാൻ ക്രെയിനിൽ 120 അടി ഉയരത്തിൽ ഘടിപ്പിച്ച പ്ലാറ്റ്ഫോമിൽ കയറി കുട്ടികൾ അടക്കമുള്ള കുടുംബം കുടുങ്ങിപ്പോയി. അപ്പോ കേരളത്തിന്റെ പക്ഷെ ആകാശത്തോളം ഉയരമുള്ള ആ പ്രതിസന്ധികളിലേക്കും രക്ഷാകരവുമായിട്ട് കേരളത്തിന്റെ അഗ്നിരക്ഷാ സേന എത്തി. പിന്നെ വെറും അരമണിക്കൂറിനുള്ളിൽ മംഗളൂരു താമസിക്കുന്ന കണ്ണൂർ സ്വദേശികളായ മുഹമ്മദ് സഫ്വാൻ, ഭാര്യ സൗഫീന, മക്കളായ ഇവാൻ, ഇനാര എന്നിവരും സ്ഥാപനത്തിലെ ജീവനക്കാരി ഹരിപ്രിയയും ഒരു പോറൽ പോലും ഏൽക്കാതെ താഴെ എത്തി. ഇതിന് കാരണമായത് അഗ്നിരക്ഷാ സേനയിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായ ടി അജയ് കുമാർ വളരെ വേഗത്തിൽ തന്നെ മുകളിലെത്തി കുടുംബത്തിന് ധൈര്യം നൽകി വടം ശരീരത്തിൽ ബന്ധിപ്പിച്ച് അദ്ദേഹമാണ് എല്ലാ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും മറ്റുള്ളവരെയൊക്കെ അവിടെ കുടുങ്ങിപ്പോയ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും പ്ലാറ്റ്ഫോമിൽ കുടുങ്ങിപ്പോയവരെ ഒക്കെ ഓരോരുത്തരെയായിട്ട് രക്ഷിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമത്തിന് പ്രശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു അഗ്നിരക്ഷാ അതുപോലെ തന്നെ താഴെ ഇവർക്ക് ലാൻഡ് ചെയ്യുമ്പോൾ താഴെ സുരക്ഷിതരായി ഇവർ ലാൻഡ് ചെയ്യുമ്പോൾ മുൻകരുതൽ എന്നോണം താഴെ വല വിരിച്ച് മറ്റ് അഗ്നിരക്ഷാ സേനാംഗങ്ങളും കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മറ്റ് സേനാംഗങ്ങളുടെ പ്രവർത്തനവും വളരെ ആദരണീയം തന്നെയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ അഗ്നിരക്ഷാ സേനയെ ഈ ഒരു പ്രവർത്തനത്തെ പ്രശംസിക്കുന്നു. അങ്ങനെ നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവാണ്. നമ്മുടെ കേരളത്തിലെ ഗവർണർ ആരാണെന്ന് ചില കുട്ടികൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, ചിലരൊക്കെ മറന്നിട്ടുണ്ടാവും. ഈ വാർത്ത അത് ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അദ്ദേഹത്തിന്റെ പേര് ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ആരാണ് നമ്മുടെ കേരളത്തിലെ ഗവർണർ എന്നോ? അദ്ദേഹമാണ് രാജേന്ദ്ര ആർലേക്കർ. എന്താണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത എന്നാണോ? ജസ്റ്റിയ ധൂലിയ സമിതിയുടെ റിപ്പോർട്ടിനെ പറ്റിയാണ് കേട്ടോ. എന്താണ് ഈ ജസ്റ്റിസ് ധൂലിയ സമിതി എന്നോ? സർക്കാരും ഗവർണറും തമ്മില് സർവകലാശാലയിലെ VC നിയമനത്തെ കുറിച്ച് ഉള്ള ഒരു തർക്കം നീണ്ടു നിൽക്കാണ്. അപ്പൊ ആ സമയത്ത് ഓഗസ്റ്റിലാണ് ജസ്റ്റിസ് ധൂലിയയെ അധ്യക്ഷനാക്കിക്കൊണ്ട് സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയത് കേട്ടോ. ഇതിനെപ്പറ്റി അന്വേഷിക്കാനും അതിനൊരു തീരുമാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കേട്ടോ. അത് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു വാർത്ത അത്രേ പറയുന്നുള്ളൂ. കാരണം ബാക്കി എനിക്ക് വായിച്ചെടുക്കാം. അടുത്തതായിട്ട് വാർത്തകളോട് ഒന്ന് കണ്ണോടിച്ചു പോവാണ് കുട്ടികൾക്ക്. ഇതിൽ നിന്ന് അവർക്ക് മുന്നോട്ട് ആവശ്യമുള്ള ചില കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് എനിക്ക് വളരെ സന്തോഷമാവും. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു സ്പോർട്സിലേക്ക് പോവാം അല്ലെ? കുട്ടികൾക്ക് സ്പോർട്സ് ഇഷ്ടമാണല്ലോ. അപ്പൊ അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ആയുഷ് മാത്രേ നയിക്കും എന്നാണ് വാർത്ത. ആ വാർത്തയില് അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ആയുഷ് മാത്രയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിഹാൻ മൽഹോത്രയാണ് വൈസ് ക്യാപ്റ്റൻ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ദേശീയ സ്കൂൾ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുമ്പോ വെള്ളിയാഴ്ച 2 സ്വർണ്ണ മെഡല് ജേതാക്കളുണ്ട്. പിന്നെ ഒരു വെള്ളി മെഡൽ ജേതാവും ഉണ്ട് കേരളത്തിൽ നിന്ന് കേട്ടോ. അതാരൊക്കെയാണെന്ന് നോക്കാം. ഭിവാനി ഹരിയാനയിലാണ് ഈ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റ് നടക്കുന്നത് കേട്ടോ. അതില് 3ാം ദിനമായ വെള്ളിയാഴ്ച കേരളത്തിന് 2 സ്വർണം. ആൺകുട്ടികളുടെ ഹൈ ജമ്പിൽ ജുവൽ തോമസും
200 മീറ്റർ ഓട്ടത്തിൽ നിവേദ് കൃഷ്ണയുമാണ് സ്വർണം നേടിയത്. കോട്ടയം മുരിക്കുംവയൽ GVHSS വിദ്യാർത്ഥിയാണ് ജുവൽ തോമസ്. അതുപോലെ 200 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ നിവേദ് കൃഷ്ണ പാലക്കാട് ചിറ്റൂർ GVHSS വിദ്യാർത്ഥിയാണ്. മീറ്റ് ഞായറാഴ്ച സമാപിക്കുകയും ചെയ്തു കേട്ടോ. അതുപോലെ ഞായറാഴ്ചയാണ് സമാപിക്കുന്നത്. കോഴിക്കോട് ചൊവ്വായൂർ ഭവൻ ഭാരതീയ വിദ്യാഭവനിലെ +2 വിദ്യാർത്ഥിയായ ദേവകിന് ഹൈ ജമ്പില് വെള്ളി മെഡൽ ജേതാവാനും സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ഇനി നമുക്ക് അപ്പൊ സ്കൂൾ ഗെയിംസിലൊന്ന് നമ്മൾ പോയി അവിടുത്തെ വിവരങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു. പറയുന്നത് ലാസ്റ്റ് പേജിൽ കുറച്ച് വാർത്തകളൊന്ന് നോക്കാം. എന്നിട്ട് പിന്നെ ഗുരുവായൂർ ഏകാദശിയുടെ അഷ്ടമി വിളക്കിനെ പറ്റിയിട്ടാണ് 29-ാം തീയതിയിൽ ഈ പത്രത്തിലുള്ളത്. ഇനി തിങ്കളാഴ്ച ആയിട്ടുള്ള ഇന്ന് ഏകാദശി വിളക്കാണല്ലോ, ഏകാദശിയാണല്ലോ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് അഷ്ടമി വിളക്ക് നടന്നു എന്നുള്ള ഒരു വാർത്ത ഇതിലുണ്ട്. പിന്നെ പറയുന്നത് ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ പറ്റിയിട്ട് അതത്ര നമുക്ക് സുഖം തരുന്ന വാർത്തയല്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഡിറ്റ്വ ചുഴലിക്കാറ്റ് കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കേൾക്കണ ഒരു പേരാണ് അല്ലെ, ഡിറ്റ്വ ചുഴലിക്കാറ്റ് എന്ന്. അത് തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാമ്പൻ പാലത്തിലൂടെയുള്ള തീവണ്ടി ഗതാഗതം നിർത്തിവെച്ചു തീരദേശങ്ങളിലൂടെയുള്ള തീവണ്ടി ഗതാഗതം വഴി തിരിച്ചു വിട്ടു എന്നൊക്കെയുള്ള വാർത്ത ഉണ്ട് കേട്ടോ. അതുപോലെ ശ്രീലങ്കയിൽ പ്രളയം ഉണ്ടാക്കിയതും ഇതേ ചുഴലിക്കാറ്റ് തന്നെയാണ്. ഈ ചുഴലിക്കാറ്റിന്റെ ഫലമായിട്ട് 80 മരണം ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദയാവധം ഓർമ്മ മങ്ങും മുൻപേ ദയാവധം സ്വീകരിച്ച മലോൺ എന്ന വാർത്തയാണ്. ആരാണ് മലോൺ എന്ന് നോക്കാം. ഡേവിഡ് മലോൺ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. 71 വയസ്സായി. ഡോക്ടറുടെ സഹായത്തോടെ അദ്ദേഹം മരണം വരിച്ചു. ഇന്ത്യയുടെ മുൻ കനേഡിയൻ സ്ഥാനപതിയാണ് ഈ ഡേവിഡ് മലോൺ. കാനഡയിൽ നിയമവിധേയമായ അസിസ്റ്റഡ് യൂത്തനേസിയ അദ്ദേഹം തിങ്കളാഴ്ച സ്വീകരിച്ചു. അവിടെ ഈ ഒരു ദയാവധത്തിന് ആളുടെ സമ്മതത്തോട് കൂടിയിട്ടും ഡോക്ടർമാര് ഒരാളെ വധിക്കുകയാണ്. അങ്ങനെ ദയാവധം സ്വീകരിച്ചു അദ്ദേഹം. അതിനെയാണ് അസിസ്റ്റഡ് യൂത്തനേസിയ എന്നാണ് ഇതിന് പറയുക കേട്ടോ. അദ്ദേഹത്തെ പറ്റി മറ്റൊരു കാര്യം ഓർമ്മിക്കാനുള്ളത് 35 വർഷമായിട്ട് തന്റെ പ്രിയമിത്രമായിരുന്ന ഡേവിഡ് മലോൺ ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇമെയിൽ അയച്ചതിനെ പറ്റി ശശി തരൂർ MP നമ്മുടെ NDTVയുടെ പോർട്ടലില് ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് എഴുതിയിരുന്നു കേട്ടോ. അത് അതും കൂടി അടുത്തതായിട്ട് നമ്മുടെ ശാസ്ത്ര കുതികളായിട്ടുള്ള കുട്ടികളുണ്ടാവും. സ്പേസ് സയന്റിസ്റ്റ് ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില് കുട്ടികളെ. അപ്പൊ അവർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വാർത്തയാണ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള വാർത്തയാണ്. നക്ഷത്രങ്ങളും ആകാശവും ഒക്കെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമല്ലേ. അപ്പൊ അവർക്കുള്ള ഒരു വാർത്ത ഉണ്ട് കേട്ടോ. ചിലിയിലെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ നോയി ലാബ് ബുധനാഴ്ച പുറത്തുവിട്ട പൂമ്പാറ്റ നെബുലയുടെ ഒരു ചിത്രം ഈ 29-ാം തീയതിയില് മാതൃഭൂമി പത്രത്തിലുണ്ട് കേട്ടോ. 2500 3800 പ്രകാശവർഷം അകലെയുള്ള വൃശ്ചിക രാശിയിലാണ് ഈ നക്ഷത്രക്കൂട്ടുള്ളത്. അതുപോലെ തേളാകൃതിയുള്ള നക്ഷത്ര സമൂഹമാണ് ഇത്, ഈ നെബുല കേട്ടോ. ബഹിരാകാശത്തെ ഹൈഡ്രജനും ഹീലിയവും പൊടിയും ഒക്കെ ചേർന്ന നെബുലകളിലാണ് നക്ഷത്രം ഉണ്ടാവുന്നത് കേട്ടോ, പിറക്കുന്നത്. അതായത് ഹൈഡ്രജൻ, ഹീലിയം, പൊടി ഇതൊക്കെ ചേർന്ന നെബുലകളിലാണ് നക്ഷത്രം പിറക്കുന്നത്. NGC 6302 എന്ന് പേരിട്ടിരിക്കുന്ന നെബുലയുടെ നടുവിലെ വെള്ളക്കുള്ളൻ നക്ഷത്രത്തിൽ നിന്ന് പുറപ്പെട്ട വാതകമാണ് പൂമ്പാറ്റ ചിറക് കാരണമായിട്ടുള്ളത്. നോയിർ ലാബിന്റെ ജെമിനി സൗത്ത് ടെലിസ്കോപ്പ് കഴിഞ്ഞ മാസമാണ് ഈ ചിത്രം പകർത്തിയത്. അങ്ങനെ ഒരു ചിത്രം കൂടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ അങ്ങനെ ആണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ചിത്രം മാതൃഭൂമിയിൽ പത്രത്തിലുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വാക്സിനെ കുറിച്ചാണ്. ഡെങ്കിക്ക് ബ്രസീലിൽ നിന്നൊരു ഒറ്റ ഡോസ് വാക്സിൻ വരെയാണ് കേട്ടോ. 3 കോടി ഡോസിന് ഓർഡർ നൽകിക്കൊണ്ട് ചൈന ആദ്യം തന്നെ 3 കോടി ഡോസിന് ഓർഡർ നൽകിയിരിക്കുകയാണ് ചൈന കേട്ടോ. ബ്രസീലിയ
കൊതുക് വഴി പടരുന്ന ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിന് ബ്രസീൽ അംഗീകാരം നൽകി. ഇതില് മരുന്നുകൾക്ക് അംഗീകാരം നൽകാൻ ചുമതലപ്പെട്ട ബ്രസീലിയൻ ഏജൻസിയായ അൻവിസയാണ് ബുട്ടൻഡൻ ഡിവി എന്ന വാക്സിൻ അംഗീകരിച്ചത് കേട്ടോ. ഇതൊരു പ്രധാനപ്പെട്ട എനിക്കിതൊരു നിങ്ങളൊന്ന് സൂചിപ്പിക്കണം എന്ന് തോന്നുന്നു നമ്മുടെ കുട്ടികളോട്. പിന്നെ അടുത്തതായിട്ട് കേരള സയൻസ് കോൺഗ്രസ് നടക്കാണ്. അത് ജനുവരി 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിലാണ് എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജിലാണ് സയൻസ് കോൺഗ്രസ് നടക്കുന്നത്. 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നവംബർ 30 അവസാനിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. 30-ാം തീയതി കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ വാർത്ത നേരത്തെ ഇടാൻ സാധിച്ചില്ല കുട്ടികൾക്ക്. എന്നാലും അപ്പൊ നവംബർ 30 മുമ്പേ ഇത് അറിയിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കൂടി നടന്നിട്ടുണ്ട് കേട്ടോ. കേരള സയൻസ് കോൺഗ്രസ് ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നവംബർ 30 വരെ ആയിരുന്നു കേട്ടോ. ഇനി അടുത്തൊരു വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു വാർത്തയാണ്. ഗോവയിലെ ശ്രീരാമ പ്രതിമ പ്രധാനമന്ത്രി അനാവരണം ചെയ്ത്. എന്താണ് ഈ ശ്രീരാമ പ്രതിമയുടെ പ്രത്യേകത എന്നോ? ഗോവയുടെ തലസ്ഥാനം പനജിയാണ് എന്ന് സൂചിപ്പിക്കാൻ അറിയാലോ. അതൊന്നുകൂടി കുട്ടികൾക്ക് ഈ വാർത്ത വായിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും. പനജി ഗോവയിലെ കാണക്കൊണ പാർത്ഥകലി മഠത്തിലെ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാവരണം ചെയ്തു കേട്ടോ. മഠത്തിന്റെ 550ാമത് വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് 77 അടി ഉയരമുള്ള ഈ വെങ്കല പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. ഗോവയുടെ സാംസ്കാരിക ആധ്യാത്മിക ഭൂപടത്തിൽ ഒരു തിലകക്കുറിയാകും ഇത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അപ്പൊ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശ്രീരാമ പ്രതിമയാണ് കേട്ടോ ഇത് എവിടെയാണെന്ന് ഗോവയിലെ കാണക്കൊണ പാർത്ഥകലി മഠത്തിലാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കടന്നുപോയി. ഇനിയും ഒരുപാട് വാർത്തകൾ പത്രത്തിലുണ്ട്. ഇനി നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വാർത്തയാണ്. വളർത്തുമൃഗങ്ങളുമായിട്ട് വിമാനയാത്ര ചെയ്യാമെന്നുള്ളത്. നായ, പൂച്ച തുടങ്ങിയ വളർത്തുമൃഗങ്ങളെ യാത്രക്കാർക്ക് നിബന്ധനകൾക്ക് വിധേയമാക്കി കൊണ്ടുപോകാൻ എയർ ഇന്ത്യ വിമാനത്തിൽ അനുമതി നൽകിയിട്ടുണ്ട്. 10 കിലോയിൽ താഴെയുള്ള വളർത്തുമൃഗങ്ങൾക്ക് ക്യാബിനിൽ പറക്കാൻ കഴിയും. ഇതാണ് വാർത്ത കേട്ടോ. ഈ പുത്തിൻ 4-ന് ഇന്ത്യയിലെത്തും. ആരാണ് പുത്തിൻ? ന്യൂഡൽഹി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുത്തിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് ഡിസംബർ 4-ന് ഇന്ത്യയിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അത്താഴ വിരുന്ന് നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, സിവിൽ, ആണവോർജം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഊന്നൽ നൽകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഡിസംബർ 4-ന് ഇന്ത്യയിലെത്തുന്നത്. ഇനി സുവർണ മയൂരം സ്കിൻ ഓഫ് യൂത്തിന് എന്നൊരു വാർത്ത ഉണ്ട്. ഗോവയിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയില് സുവർണ മയൂരം എന്ന പദവി സ്വന്തമാക്കിക്കൊണ്ട് ഒരു സിനിമ, അത് വിയറ്റ്നാമീസ് ചിത്രമാണ്. സ്കിൻ ഓഫ് യൂത്ത് എന്നാണ് ചിത്രത്തിന്റെ പേര് കേട്ടോ. 40 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. സുവർണ മയൂരം നേടിയിട്ടുള്ള ചലച്ചിത്രത്തിന് കിട്ടുന്ന അത് 40 ലക്ഷം രൂപയാണ് കേട്ടോ. അതിന്റെ സംവിധായകന് കിട്ടുന്നത്. അതായത് ആഫ്ലൈ മെയ്ഫെയർ എന്ന സംവിധായകനാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ സിനിമ. ഇനി അതുപോലെ ഒരുപാട് ആ ഒരു ഗോവ ചലച്ചിത്രോത്സവത്തില് കുറച്ച് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള പലരുടെയും പേരുകളുണ്ട്. അതുപോലെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, 50 സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ നടൻ രജനീകാന്തിനെ ആദരിച്ചു. അതേ വേളയിൽ തന്നെയാണ് അദ്ദേഹത്തെ ആദരിച്ചു. പിന്നെ ഗോവയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പ്രമോദ് സാവന്ത്, ഋഷഭ് ഷെട്ടി, രൺവീർ സിംഗ്, നവാസുദ്ദീൻ സിദ്ദിഖ് എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു. ഗോവയുടെ മുഖ്യമന്ത്രിയുടെ പേര് കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രമോദ് സാവന്ത്.
ഇനി നമ്മൾ മരുന്ന് നിർമ്മാണ കമ്പനിയുമായിട്ട് അഫ്ഗാൻ ധാരണ ഉണ്ടാക്കി, ഇന്ത്യൻ മരുന്ന് നിർമ്മാണ കമ്പനി ആയിട്ട് കേട്ടോ. 10 കോടി ഡോളറിൻ്റെതാണ് കരാറ്. അഫ്ഗാനിലെ റൂഫീസ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ഇന്ത്യൻ സൈഡസ് ലൈഫ് സയൻസസും തമ്മിലാണ് ദുബായിൽ ഈ ധാരണാപത്രം ഒപ്പുവെച്ചത് കേട്ടോ. അപ്പൊ ഇത്തരം വാർത്തകളാണ്. പിന്നെ പറയുന്നത് നിക്ക സുനഹദോസിനെ പറ്റിയിട്ടാണ്. അതായത് ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഉദയംപേരൂർ സുനഹദോസ് എന്നൊക്കെ ഒരു സമ്മേളനമാണ് കേട്ടോ ഇത്. ക്രിസ്തു മതവുമായി ക്രൈസ്തവത്വ മതവും ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനമാണ്. അതിനെയാണ് സുനഹദോസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിക്കായില് ഈ സുനഹദോസ് നടത്താണ്. അതിനെ പറ്റിയിട്ടുണ്ട്. നിക്ക സുനഹദോസ് 1700 വാർഷികത്തിന് തുർക്കിയിൽ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. തുർക്കിയുടെ തലസ്ഥാനം അങ്കാറ. 4 ദിവസത്തെ തുർക്കി സന്ദർശനത്തിന്റെ 2ാം ദിനമായി വെള്ളിയാഴ്ച ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബർത്തലോമിയോ ഒന്നാമനൊപ്പം ഇസ്നിക് തടാക തീരത്ത് എക്യുമെനിക്കൽ പ്രാർത്ഥന നടത്തി ലിയോ 14 മാർപ്പാപ്പ എന്ന് പറഞ്ഞ വാർത്ത ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു നിക്ക സുനഹദോസ് 1700 വാർഷികത്തിന് തുർക്കിയിൽ തുടക്കം എന്നാണ് വാർത്ത. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഈ ഒരു 29-ാം തീയതിയിലെ വാർത്തയാണ്. കുറച്ച് ഇന്നല്ല, ഇത് 29-ാം തീയതി അന്നു തന്നെ ഓരോ ദിവസത്തെയും പത്രം അന്നു തന്നെ വായിക്കുന്നതാണ് നല്ലത്. എന്നാലും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്തണം. വേറെ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിലും അത് ഇതിലെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടണം. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത വാർത്തയുമായിട്ട് വരാട്ടോ. അടുത്ത ദിവസങ്ങളിലെ വാർത്തയുമായിട്ട് വരാം. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.